എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. മോർണിംഗ് ടീ. ഞാൻ സലിം ഷാ. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങൾ ഹാജാസ് ക്ലാസ്സസിനൊപ്പം ചൂട് ചായയുമായി ചൂടുള്ള കുറേ അറിവുകൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന പരീക്ഷകൾക്കും ഇതിനിടയിൽ നിങ്ങൾ എഴുതിയിട്ടുള്ള പരീക്ഷകൾക്കും ഒക്കെ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ ചോദ്യ പേപ്പറിൽ കണ്ടിട്ടുണ്ടാകും. ഈ മോർണിംഗ് ടീയിൽ ആ ഒരു ഗുണം വന്നിട്ടുണ്ട് എന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ ഞങ്ങളെ അറിയിച്ചിരിക്കുന്നു. വളരെ സന്തോഷം. ആ ഒരു സുന്ദരമായ മുഹൂർത്തത്തിൽ പരീക്ഷാ ഹാളിൽ മോർണിംഗ് ടീയെ സ്മരിച്ച എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു. എല്ലാവർക്കും മോർണിംഗ് ടീ എന്ന നമ്മുടെ ഈ പ്രഭാത പരിപാടിയിലേക്ക് സ്വാഗതം. തുടങ്ങാം മോർണിംഗ് ടീ. നോക്കൂ, പുലേരെല്ലാം കൂടി ചേരമായാലെന്ന പുലേന്റെ പുലമാറുമോ? പുലേരെല്ലാം കൂടി ചേരമായാലെന്ന പുലയന്റെ പുലമാറുമോ? നിങ്ങൾ പലരും ഒരു പക്ഷേ ഇത് കേട്ടിട്ടുണ്ടാകാം. കേട്ടിട്ടില്ലാത്തവർക്കു കൂടി പറയുകയാണ്. ഈ അടുത്ത കാലത്ത് വളരെയധികം വൈറലായി തീർന്ന, ജനശ്രദ്ധ ആകർഷിച്ച, കേരളത്തില് പ്രധാനപ്പെട്ട സംഭവമായി മാറിയ ഒരു കേരള റാപ്പർ ഇത് ഉപയോഗിച്ചിരുന്നു. പുലേരെല്ലാം കൂടി ചേരമായാലെന്ന പുലേന്റെ പുലമാറുമോ? ബാക്കി അങ്ങോട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ഒരു വേദിയിൽ ഉപയോഗിച്ചു. ഇതിനെ തുടർന്നുള്ള മറ്റു പല വചനങ്ങളും, ഈ വാക്കുകളൊക്കെ എവിടുന്ന് ലഭിച്ചതാണ്? ഇതാരാണ് പറഞ്ഞത്? എവിടാണ് ഇതിൻ്റെ ഉറവിടം? നോക്കൂ, മോർണിംഗ് ടീ ചർച്ച ചെയ്യുന്നു. പുലേരെല്ലാം കൂടി ചേരമായാലെന്ന പുലേന്റെ പുലമാറുമോ? നോക്കൂ, ആ വ്യക്തിയാണ് ദ്രാവിഡ ദളിതൻ അല്ലെങ്കിൽ കേരള ദളിതൻ എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ദ്രാവിഡ ദളിതൻ, കേരള ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഉണ്ടായിരുന്നു. ബാല്യകാലത്ത് ജന്മിമാരുടെ കാലിമേപ്പുകാരനായിരുന്നു ഇദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും, മാതാപിതാക്കൾ. ഒപ്പം ഇദ്ദേഹവും ജന്മിമാരുടെ കാലികളെ മേയ്ക്കുന്നവനായിരുന്നു. അപ്പൊ പിന്നാക്ക ജാതി ഹിന്ദുവാണ്. പൊതുനിരത്തിലൂടെ നടക്കാനോ മാന്യമായി വസ്ത്രം ധരിക്കുവാനോ ക്ഷേത്രങ്ങളിൽ ആരാധനയ്ക്കായി പ്രവേശിക്കുവാനോ അതിൻ്റെ ചുറ്റുമുള്ള വഴിയിലൂടെ നടക്കാൻ പോലും അനുമതിയില്ലാതിരുന്ന പിന്നാക്ക ജാതി ഹിന്ദു. ആ ഹിന്ദുമതം അനുവർത്തിച്ചു വന്ന ജാതി വ്യവസ്ഥയിൽ മനം നൊന്ത് 1891 ക്രിസ്തുമതം സ്വീകരിച്ചു ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കുടുംബവും. അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക പോയിന്റുകൾ. ദ്രാവിഡ ദളിതൻ, കേരള ദളിതൻ എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ചു ഇദ്ദേഹം. ബാല്യകാലത്ത് ജന്മിമാരുടെ കാലിമേപ്പുകാരനായിരുന്നു. ഹിന്ദുമതത്തിലെ ജാതി വ്യവസ്ഥയിൽ മനം നൊന്ത് 1891 ക്രിസ്തുമതം സ്വീകരിച്ചു. 1891 ക്രിസ്തുമതം. അത് ചോദിക്കാം, എന്നാണ് ക്രിസ്തുമതം സ്വീകരിച്ചത്? എന്നാണ് ക്രിസ്തുമതം പിന്നീട് ഉപേക്ഷിക്കുകയും ചെയ്തു? എന്നാണ് ക്രിസ്തുമതം ഉപേക്ഷിച്ചതെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ശരിയായ പേര് കുമരൻ. അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് കേരള നെപ്പോളിയൻ. അപ്പൊ 3 പ്രത്യേക കാര്യങ്ങൾ ഇവിടെ ഓർത്തു വെച്ചേക്കണം. ദ്രാവിഡ ദളിതൻ, കേരള ദളിതൻ, കേരള നെപ്പോളിയൻ. അപ്പൊ കേരള നെപ്പോളിയൻ എന്നറിയപ്പെട്ട, അപ്പോൾ തുടർച്ചയായി PSCക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഒരുവിധം ആളിനെ പിടികിട്ടിയിട്ടുണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ആ വേടന്റെ റാപ്പർ മ്യൂസിക് കേട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അത് ഇവിടുന്ന് എടുത്തതാണല്ലോ എന്ന ഓർമ്മ ഇപ്പോഴുണ്ടാവും അല്ലേ? ഓർത്തു വച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ?
ആ വസ്തുതകളെല്ലാം ഓർത്തു വച്ചേക്കുള്ളോ. ദ്രാവിഡ ദളിതൻ, കേരള ദളിതൻ, കാലിമേപ്പുകാരൻ, 891 ക്രിസ്തുമതം സ്വീകരിച്ചു. ശരിയായ പേര് കുമരൻ, കൊമരൻ എന്നും അറിയപ്പെട്ടിട്ടുണ്ട്. കൊമരൻ അല്ലെങ്കിൽ കുമരൻ. പിന്നെ നമുക്ക് എന്താ വിശേഷണം? കേരള നെപ്പോളിയൻ. ക്ലിയർ ആണ്? ഇത്രയും മനസ്സിൽ ഉറപ്പിച്ച, ഇത്രയും സാധനങ്ങൾ കയ്യിൽ വന്നിട്ടുണ്ടോ? ഉറപ്പിച്ചല്ലോ. ക്ലിയർ ആണ്? ഓക്കെ. ഇതോടാവുമ്പോഴത്തേക്ക് കിട്ടിക്കഴിഞ്ഞു, പൂർണ്ണമായി കഴിഞ്ഞു അല്ലേ? 1906 കോട്ടയത്തെ വാകത്താനം എന്ന സ്ഥലത്ത് വെച്ച് ബൈബിൾ കത്തിച്ചു പ്രതിഷേധിച്ചു. അപ്പൊ 1891 ഉദ്യോഗാർത്ഥികൾ ഓർത്തിരിക്കുക, 1891 ക്രിസ്തുമതം സ്വീകരിച്ചു ഇദ്ദേഹം. മാർത്തോമാ സഭയിൽ ചെന്നു. അപ്പൊ പിന്നാക്ക ജാതി ഹിന്ദു സമത്വവും സാഹോദര്യവും പ്രതീക്ഷിച്ച് ക്രിസ്തുമതം. പക്ഷെ ബൈബിളിൽ പറയുന്ന ആ സമത്വം സാഹോദര്യം അവിടെ ലഭിച്ചില്ല. ബ്രദറൻ വിഭാഗത്തിൽ പോയി. അങ്ങനെ ഓരോ ക്രൈസ്തവ വിഭാഗത്തിലും ചെന്നു. അവിടുന്ന് ഒന്നും തന്നെ അദ്ദേഹം പ്രതീക്ഷിച്ച സമഭാവന ലഭിച്ചില്ല. ബൈബിളിൽ പ്രതിപാദിക്കുന്ന സമഭാവന, സമത്വം, സാഹോദര്യം, ഇങ്ങനെ ധാരാളം പിന്നാക്ക ജാതി ഹിന്ദുക്കൾ ഹിന്ദുമതം അനുവർത്തിച്ചു വന്ന ജാതി വിവേചനത്തിൽ മനം നൊന്ത് ക്രിസ്തുമതം സ്വീകരിച്ചിരുന്നു. അങ്ങനെ ക്രിസ്തുമതം സ്വീകരിച്ചവരെയാണ് ദളിത് ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചു വന്നത്. ദളിത് ക്രൈസ്തവർ, പരിവർത്തിത ക്രിസ്ത്യാനികൾ, കൺവർട്ടഡ് ക്രിസ്ത്യൻസ്, പരിവർത്തിത ക്രിസ്ത്യാനികൾ എന്നൊക്കെ ഇവരെ വിളിച്ചിരുന്നു. ദളിത് ക്രിസ്ത്യാനികൾ, പരിവർത്തിത ക്രിസ്ത്യാനികൾ. അപ്പൊ താൻ എന്താണോ പ്രതീക്ഷിച്ചത് അത് ലഭിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ 1906 കോട്ടയത്ത് വാകത്താനം എന്ന സ്ഥലത്ത് വെച്ച് ബൈബിൾ കത്തിച്ചു പ്രതിഷേധിച്ചു. അതാണ് വാകത്താനം ലഹള. ക്ലിയർ? എന്നിട്ട് എന്ത് ചെയ്തു? ഈ പരിവർത്തിത ക്രിസ്ത്യാനികളെ മുഴുവൻ നടന്ന് സംഘടിപ്പിച്ചു. എന്നിട്ട് അവർക്ക് വേണ്ടി ഒരു പുതിയ പ്രസ്ഥാനം ആരംഭിച്ചു. ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് PRDS. 1909 PRDS. 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. നിലവിൽ വന്ന വർഷം 1909. അപ്പൊ 1906 കോട്ടയത്ത് വാകത്താനം എന്ന സ്ഥലത്ത് വെച്ച് ബൈബിൾ കത്തിച്ചു പ്രതിഷേധിച്ചതാണ് വാകത്താനം ലഹള എന്ന സംഭവം. തുടർന്ന് അദ്ദേഹം രൂപീകരിച്ച പ്രസ്ഥാനമാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. രൂപീകരിച്ച വർഷം 1909. നാടുനീളെ പ്രസംഗ പ്രഘോഷണങ്ങൾ നടത്തി, പ്രസംഗ പരമ്പരകൾ നടത്തി. കൂടാതെ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ സംഘടിപ്പിച്ചു. സമാധാനം, സമാധാനം, ലോകത്തിനു സമാധാനം എന്ന മുദ്രാവാക്യം ഉയർത്തി. ഏതെങ്കിലും നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച്, ഈ സാമൂഹ്യ പരിഷ്കർത്താവിനെ കുറിച്ച് നിരവധി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ മോർണിംഗ് ടീയിലൂടെ നിങ്ങൾക്ക് പുതിയ ഒരു അറിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. അറിയിക്കുക. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ സംഘടിപ്പിച്ചു. മാരംകുളം ടു കുളത്തൂർക്കുന്ന്. എവിടെ മുതൽ എവിടം വരെ? മാരംകുളം ടു കുളത്തൂർക്കുന്ന് യുദ്ധവിരുദ്ധ ജാഥ നയിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര്. ഒരുവിധം സംഭവങ്ങളെല്ലാം ഇദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. സമാധാനം, സമാധാനം, ലോകത്തിനു സമാധാനം എന്ന പേരിൽ യുദ്ധവിരുദ്ധ ജാഥ സംഘടിപ്പിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാര്? അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പേര് തന്നിട്ട് കുറച്ച് പ്രസ്താവന, ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1906 കോട്ടയത്ത് വാകത്താനം വെച്ച് വാകത്താനം ലഹള നടത്തി, PRDS എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകി, യുദ്ധവിരുദ്ധ ജാഥ സംഘടിപ്പിച്ചു, സമാധാനം, ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം ഉയർത്തി. ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വരാൻ സാധ്യത ഉള്ള കുറച്ച് ഭാഗമായത് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു.
ക്ലിയർ ആണല്ലോ. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ ദളിത് വിഭാഗത്തിന് ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചു. സർക്കാർ അനുമതിയോടെ. പഠിച്ചു വെച്ചോ, വേറെ ആരുമല്ല, ഇദ്ദേഹമാണ്. ക്ലിയർ ആണല്ലോ. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ ദളിത് വിഭാഗത്തിന് വേണ്ടി ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചു. സ്കൂളിൽ ഉച്ചക്കഞ്ഞി നൽകണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടു. അപ്പോ ദളിത് വിഭാഗത്തിന് വേണ്ടി ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചയാൾ, സ്കൂളിൽ ഉച്ചക്കഞ്ഞി നൽകണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടയാൾ, അങ്ങനെ കാലങ്ങളായി തലമുറകളായി അടിച്ചമർത്തപ്പെട്ട് കിടന്ന ഒരു ജനവിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവന്നു പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച ഈ മനുഷ്യന്റെ സേവനങ്ങളെ മാനിച്ച് 1921-ലും 1931-ലും ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാക്കി. 2 തവണ. ഇപ്പൊ ആൾ ആരാണെന്ന് വളരെ വ്യക്തമായി ലഭിച്ചു കഴിഞ്ഞു. നമുക്ക് വേണ്ടത് ഏതെല്ലാം പോയിന്റുകളാണ് മെമ്മറിയിൽ സൂക്ഷിക്കേണ്ടതെന്നാണ്. വിട്ടുപോകരുത്. എല്ലാ പരീക്ഷയും LGS മുതൽ ഡിഗ്രി തലം വരെയുള്ള മുഴുവൻ പരീക്ഷകൾക്കും, ഇപ്പൊ HSI എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളടക്കം ഓർത്തു വെച്ചു. പരീക്ഷാ ഹാളിൽ മോർണിംഗ് ടീ നിങ്ങൾ സ്മരിക്കും. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ ദളിത് വിഭാഗത്തിന് ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ, ആദ്യ സ്കൂൾ എന്ന് മാത്രമല്ല ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചയാൾ, ഉച്ചക്കഞ്ഞി നൽകണമെന്ന് ആവശ്യപ്പെട്ടയാൾ, 2 തവണ 1921-ലും 1931-ലും ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വ്യക്തി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തു മതത്തിൽ നേരിടേണ്ടി വന്ന വിവേചനത്തിനെതിരെ പ്രസംഗ പരമ്പരകൾ നടത്തി. എവിടെയെല്ലാം പോയി പ്രസംഗിച്ചുവോ അവിടെയെല്ലാം യാഥാസ്ഥിതികരായ ക്രൈസ്തവർ ഇദ്ദേഹത്തെ ആക്രമിച്ചു. അത് പിന്നെ സ്വാഭാവികമായും അങ്ങനെ സംഭവിക്കാം അല്ലേ? അങ്ങനെ സംസാരിച്ചിടത്തെല്ലാം ലഹളയുണ്ടായി. അതാണ് വെള്ളനടി സമരം, കൊഴുക്കും ചിറ ലഹള, മുണ്ടക്കയം ലഹള. ഏതാണ്? കൊഴുക്കും ചിറ വെള്ളനടി സമരം, കൊഴുക്കും ചിറ ലഹള, മുണ്ടക്കയം ലഹള, വെട്ടിയാട്ട് ലഹള, മംഗലം ലഹള, വാകത്താനം ലഹള. ലഹളകൾ ഏതൊക്കെയാണ്? ഒന്നുകൂടെ ഓർത്തേ. വെള്ളനടി, കൊഴുക്കും ചിറ, മുണ്ടക്കയം, ഓരോ പ്രദേശത്തും നടന്ന ലഹളകളാ. വെള്ളനടി സമരം, കൊഴുക്കും ചിറ ലഹള, മുണ്ടക്കയം ലഹള. ആദ്യത്തെ 3 ഓർത്തേ. വെള്ളനടി സമരം, കൊഴുക്കും ചിറ ലഹള, മുണ്ടക്കയം ലഹള. ആദ്യത്തെ 3 പറഞ്ഞു നോക്കേ. വെള്ളനടി, കൊഴുക്കും ചിറ, മുണ്ടക്കയം. അടുത്ത 3 പറഞ്ഞേ. വെട്ടിയാട്ട്, മംഗലം, വാകത്താനം. വാകത്താനം നമ്മൾ നേരത്തെ പഠിച്ചു. വെട്ടിയാട്ട്, മംഗലം, വാകത്താനം. ഒന്നുകൂടെ പറഞ്ഞേ. വെള്ളനടി, കൊഴുക്കും ചിറ, മുണ്ടക്കയം, വെട്ടിയാട്ട്, മംഗലം, വാകത്താനം. ഒന്ന് കണ്ണടച്ചേ. എന്നെ കേട്ടോണ്ടിരിക്കുന്നവർ, മോർണിംഗ് ടീ കാണുന്നവർ, ചായക്കപ്പ് ഒന്ന് നിലത്ത് വെച്ചിട്ട് ഒന്ന് കണ്ണടച്ചേ. ഒന്ന് പറഞ്ഞു നോക്കേ. ലഹളകൾ ഒന്ന് പറഞ്ഞു നോക്കേ. വെള്ളനടി, കൊഴുക്കും ചിറ, മുണ്ടക്കയം, വെട്ടിയാട്ട്, മംഗലം, വാകത്താനം. ക്ലിയർ? ഓക്കെ. ഒന്ന് ഒരു ചായ, ഒരു കവളൊന്ന് സിപ്പ് ചെയ്തോളൂ. എ കപ്പ് ഓഫ് ടീയോടൊപ്പം ഓർത്തിരിക്കുക, ഈ ലഹളകളെല്ലാം കൂടെ ചേർന്ന് പറയുന്നതാണ് അടിലഹള. അപ്പൊ അടിലഹളയിൽ കുറച്ച് ലഹള തരുന്നു. പെരിനാട് ലഹള, കൊഴുക്കുച്ചിറ ലഹള, മുണ്ടക്കയം ലഹള. അടിലഹളയിൽ ഉൾപ്പെടാത്തത് ഏത്? അതിനാ ഞാനിപ്പോ കാണാതെ അങ്ങ് പറയിപ്പിച്ചത്. ലഹള, അടിലഹളയിൽ ഉൾപ്പെട്ട ലഹള ഏതെല്ലാം? അപ്പൊ നമ്മൾ പെരിനാട് ലഹള ഇതിനകത്തില്ല. പെരിനാട് ലഹള ആരാണ്? മഹാത്മാ അയ്യങ്കാളിയാണ്. ക്ലിയർ? അദ്ദേഹം ബൈബിളിനെ മുന്നിൽ നിർത്തി, ബൈബിൾ കത്തിച്ച ആളാണെങ്കിൽ പോലും ബൈബിളിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് 41 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗ പരമ്പര നടത്തി. ആ പ്രസംഗ പരമ്പരയാണ് കുളത്തൂർ യോഗം എന്നറിയപ്പെടുന്നത്. കുളത്തൂർ യോഗം കേരളത്തിലെ ഏത് സാമൂഹ്യ പരിഷ്കർത്താവുമായി ബന്ധപ്പെട്ടതാണ്? കേട്ടോ? ക്ലിയർ ആണേ?
കുളത്തൂർ യോഗം 41 ദിവസം പ്രസംഗം നടത്തി. ആ സാമൂഹ്യ പരിഷ്കർത്താവ് ആരംഭിച്ച പ്രസ്ഥാനമാണല്ലോ PRDS, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂർ, പത്തനംതിട്ട. PRDSന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ആദിദ്രാവിഡ പ്രസംഗം എന്നറിയപ്പെടുന്ന പ്രസംഗമാണ്. ആദിദ്രാവിഡ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആദിമ നിവാസികൾ പ്രത്യേക വിഭാഗമാണ്. അവരാണ് കേരള ദളിതൻ. നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ, കേരള ദളിതൻ ആശയം കൊണ്ടുവന്നയാൾ. ദ്രാവിഡ ദളിതൻ അഥവാ കേരള ദളിതൻ ഇവരാണ് ഇവിടുത്തെ ആദിമ നിവാസികൾ. അവരാണ് യഥാർത്ഥ കേരളീയർ എന്ന് ഉള്ള ആശയം മുന്നോട്ട് വെച്ചു. അതാണ് ആദി ദ്രാവിഡ പ്രസംഗം. ആ പ്രസംഗത്തിലൂടെയാണ് അദ്ദേഹം ഇതിന്റെ അടിസ്ഥാന തത്വം പറയുന്നത്. അതിലാണ് കേരള ദളിതൻ, ദ്രാവിഡ ദളിതൻ എന്ന ആശയം ഉയർത്തിക്കൊണ്ടുവന്നത്. അപ്പൊ PRDSന്റെ ആസ്ഥാനം ഇരവിപേരൂർ, പത്തനംതിട്ട. അതിന്റെ അടിസ്ഥാന തത്വം ആദി ദ്രാവിഡ പ്രസംഗമാണ്. അപ്പൊ കുളത്തൂർ യോഗ പ്രസംഗമുണ്ട് അല്ലേ, പ്രസംഗ പരമ്പരയായിരുന്നു അത്. അതോടൊപ്പം തന്നെ PRDSന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന പ്രസ്ഥാനം, മതനവീകരണ പ്രസ്ഥാനമേത്? PRDS, SNDP യോഗം, NSS, ജാതിനാശിനി സഭ, യോഗക്ഷേമ സഭ. ഓപ്ഷൻ സിസ്റ്റം പോലെ ഉണ്ടാവാം. ഇത് മനസ്സിൽ തങ്ങിയിരിക്കണം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന കേരളത്തിലെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും PRDS. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന പ്രസ്ഥാനം എന്ന ആ ചോദ്യത്തിനു പകരം മറ്റൊരു തരത്തിൽ ചോദിക്കാമല്ലോ. അതെങ്ങനെ ആയിരിക്കാം? അപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയം എന്ത്? അതങ്ങ് പറഞ്ഞാൽ മതി. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന പ്രസ്ഥാനം. ക്ലിയർ? PRDSന്റെ മുഖപത്രമാണ് ആദിയാർ ദീപം. ക്ലിയർ? അടുത്ത 2 സെന്റൻസ് ഓർത്തു നോക്കേ. അധസ്ഥിതർക്ക് കുഴികുത്തി കഞ്ഞി കൊടുക്കുന്നതിനെതിരെയും അധസ്ഥിതർക്ക് നിലത്തുവെച്ച് പുല്ല് കച്ചവടം നടത്താനുള്ള അനുമതിക്കായും പ്രവർത്തിച്ചു. എന്താണ്? നാം വായിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തലമുറ വായിച്ചറിഞ്ഞ സംഭവം മാത്രമാണിത് അല്ലേ? വേലക്കാർക്ക്, പണിയാളന്മാർക്ക്, അധസ്ഥിതർക്ക്, പിന്നാക്ക സമുദായക്കാർക്ക്, തൊട്ടുകൂടാത്തവർക്ക് എന്താണ്? കുഴി കുഴിച്ച് അതിൽ ഇല വെച്ച് ആ ഇലയിലേക്ക് കഞ്ഞി കൊടുക്കുന്നു. അങ്ങനെയാണ് അവന് ആഹാരം കൊടുക്കുക. അപ്പൊ അതിനെതിരെ പ്രവർത്തിച്ച ആളാണ്. അതുപോലെ നിലത്ത് വെച്ച് പുല്ല് കച്ചവടം ചെയ്യാൻ അനുമതിയില്ല പിന്നാക്ക ജാതിക്കാർക്ക് പഴയ കാലത്ത്. അപ്പോ അധസ്ഥിതർക്ക് നിലത്ത് വെച്ച് പുല്ല് കച്ചവടം നടത്താനുള്ള അനുമതിക്കായും പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര്? അപ്പോ തിരുവിതാംകൂറിൽ ഗവൺമെന്റിന്റെ സഹായത്തോടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ദളിതർക്കായി ആരംഭിച്ചയാൾ. ക്ലിയർ? ഓക്കെ. കുഴികുത്തി കഞ്ഞി കൊടുക്കുന്നതിനെതിരെ പ്രവർത്തിച്ചയാൾ, പുല്ല് നിലത്ത് വെച്ച് കച്ചവടം ചെയ്യാനുള്ള അനുമതിക്കായി പ്രവർത്തിച്ചയാൾ, 2 തവണ ശ്രീമൂലം പ്രജാസഭയിലേക്ക് അംഗമായി നിർദ്ദേശിക്കപ്പെട്ടു, അംഗമായി പ്രവർത്തിച്ചു. ഏതൊക്കെ വർഷങ്ങൾ? 1921, 1921, 1931. അപ്പോൾ അദ്ദേഹം ആരംഭിച്ച പ്രസ്ഥാനമാണ് PRDS ആരംഭിച്ച വർഷം 1909. അതിന്റെ ആസ്ഥാനം ഇരവിപേരൂർ, ശ്രീകുമാർ നഗർ, ഇരവിപേരൂർ, പത്തനംതിട്ട. ജന്മിമാരുടെ കാലി മേപ്പുകാരനായി പ്രവർത്തിച്ചിരുന്നു. ക്ലിയർ? ക്രിസ്തുമതം, ഹിന്ദുമതം ഉപേക്ഷിച്ച് ക്രിസ്തുമതം സ്വീകരിച്ചു. പിന്നീട് ക്രിസ്തുമതവും ഉപേക്ഷിച്ചു PRDS രൂപീകരിച്ചു. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇദ്ദേഹത്തിന്റെ പ്രശസ്ത വചനങ്ങളിൽ നിന്നാണ് ഈ റാപ്പർ ആദ്യകാലങ്ങളിൽ ജനക്കൂട്ടത്തെ ആകർഷിച്ചത്. പുലയരെല്ലാം കൂടി ചേരമായാൽ എന്നാ പുലയന്റെ പുലമാറുമോ, പറയരെല്ലാം കൂടി സാമ്പവരായാൽ എന്നാ പറയന്റെ പഴിമാറുമോ. ഇദ്ദേഹത്തിന്റെ വരിക.
നിങ്ങൾ പാമ്പാടി ജോൺ ജോസഫ് എന്നൊരാളെ കേട്ടിട്ടുണ്ടോ? കോട്ടയത്ത് പാമ്പാടിക്കാരൻ. അദ്ദേഹത്തിൻ്റെ ഒരു യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ ഇദ്ദേഹം നമ്മുടെ ഈ കഥാപാത്രം, ഈ കഥാനായകൻ ആ പ്രസംഗത്തിൽ, അദ്ദേഹത്തിന്റെ യോഗത്തിൽ പ്രസംഗിച്ചതാ പാമ്പാടി ജോൺ ജോസഫ്. പറയർ സമുദായക്കാർ ഇനി അങ്ങനെ വിളിക്കാൻ പാടില്ല, സാമ്പവർ എന്ന് വിളിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആ സമ്മേളനത്തിൽ നിന്നുകൊണ്ട് ജോൺ ജോസഫിന്റെ സാന്നിധ്യത്തിൽ ഈ നായകൻ പറഞ്ഞതാണ്, പുലേരെല്ലാം കൂടി ചേരമർ ആയാൽ അതാ ചേരമായാൽ, പുലേരെല്ലാം കൂടി ചേരമായാൽ എന്നാ പുലേന്റെ പുല മാറുമോ, പറയരെല്ലാം കൂടി സാമ്പവരായാൽ എന്നാ പറയന്റെ പഴി മാറുമോ. അടുത്ത വരി നോക്കൂ. കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി ഒരു അക്ഷരവും ഞാൻ എവിടെയും കാണുന്നില്ല. കാണുന്നുണ്ട് അനേകം വംശത്തിൻ ചരിത്രങ്ങൾ, എന്നാൽ അനേകം വംശങ്ങളുടെ ചരിത്രങ്ങൾ ഞാൻ കാണുന്നുണ്ട്. എൻ്റെ വംശത്തിനെ പറ്റി ആരും എഴുതിയിട്ടില്ല. എൻ്റെ വംശത്തിൻ കഥ എഴുതി വച്ചിടാൻ പണ്ടി ഊർവിയിൽ ഒരുവരും ഇല്ലാതെ പോയല്ലോ. കാണുന്നീലൊരക്ഷരവും എന്ന വരി ആരുടേത്? ഏത് കൃതിയിലെ? ഇതൊരു കൃതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണെന്ന് അറിയാം? രത്നമണികൾ. ആരുടെയാ രത്നമണികൾ? ഇദ്ദേഹത്തിന്റെ രത്നമണി, ഇദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമാണ് രത്നമണികൾ. അതിലൊരു ഭാഗം ഇതാണ്, കാണുന്നീലൊരു അക്ഷരവും. ക്ലിയർ ആണല്ലോ? ഈ കഥാനായകനാണ് നമ്മുടെ പൊയ്കയിൽ കുമാരഗുരുദേവൻ. 1879 1939 കാലഘട്ടത്തിൽ കേരളത്തിൽ ജീവിച്ചിരുന്നു. ഉപദേശി എന്നറിയപ്പെട്ടു. പുലേൻ മത്തായി എന്നും പറയൻ യോഹന്നാൻ എന്നും അദ്ദേഹത്തെ വിളിച്ചിരുന്നു. ഉപദേശി, പുലേൻ മത്തായി, പറയൻ യോഹന്നാൻ. ലേ പൊയ്കയിൽ കുമാരഗുരുദേവൻ, അല്ലെങ്കിൽ എന്താ പറയുക, പൊയ്കയിൽ അപ്പച്ചൻ. പൊയ്കയിൽ യോഹന്നാൻ, അങ്ങനെ അദ്ദേഹത്തെ കുമാരഗുരുദേവൻ എന്നറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ പദ്യങ്ങളുടെ സമാഹാരമാണ് രത്നമണികൾ. അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ് മണ്ണിക്കലെ മാണിക്യം. ഇന്നല്ല, അവിടെ മന്നിക്കലെ മാണിക്യം. ഇതെന്താണെന്നറിയാവോ? നാടകമാ. മന്നിക്കലെ മാണിക്യം എഴുതിയത് വി ശാന്തകുമാർ. പൊയ്കയിൽ യോഹന്നാൻ എന്ന പുസ്തകം എഴുതിയത് MR രേണുകുമാർ. അപ്പൊ കുമാരഗുരുദേവന്റെ പദ്യങ്ങളുടെ സമാഹാരം രത്നമണികൾ. ആ രത്നമണികളുടെ ഒരു വരിയാണേത്? കാണുന്നീലൊരക്ഷരവും എന്ന് തുടങ്ങുന്ന വരികൾ. ഓർമ്മ വേണേ? ഓക്കെ. അതുപോലെ അദ്ദേഹത്തെ കുറിച്ചുള്ള നാടകമാണ് വി ശാന്തകുമാർ എഴുതിയ മന്നിക്കലെ മാണിക്യം. പൊയ്കയിൽ യോഹന്നാൻ എന്ന പുസ്തകം എഴുതിയത് MR രേണുകുമാർ. അപ്പൊ പൊയ്കയിൽ കുമാരഗുരുദേവന്റെ ആ വരികളാണ് കേരളത്തിൽ അലയടിച്ചുയർത്താൻ ഒരു റാപ്പർ ഉപയോഗിച്ചത് എന്ന വസ്തുത കൂടി ഓർത്തു വച്ചിരിക്കുക. അദ്ദേഹത്തെ കുറിച്ചുള്ള മറ്റൊരു കൃതിയാണ് അജ്ഞാത വിഷയങ്ങൾ. ഏതാണ്? അജ്ഞാത വിഷയങ്ങൾ. പൊയ്കയിൽ അപ്പച്ചന്റെ പാട്ടുകൾ ഒരു വിവർത്തനം. അജ്ഞാത വിഷയങ്ങൾ, പൊയ്കയിൽ അപ്പച്ചന്റെ പാട്ടുകൾ ഒരു വിവർത്തനം. എഴുതിയത് അജയ് ശേഖർ. അദ്ദേഹത്തെ കുറിച്ചൊരു ഡോക്യുമെന്ററി ഉണ്ട്. ആ ഡോക്യുമെന്ററിയുടെ പേര് രൂപകം എന്നാണ്. പൊയ്കയിൽ കുമാരഗുരുദേവനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി രൂപകം എഴുതിയത് പ്രശോഭ് ദിവാകരൻ, തയ്യാറാക്കിയത് പ്രശോഭ് ദിവാകരൻ. പൊയ്കയിൽ അപ്പച്ചന്റെ ഭാര്യ ജാനമ്മ. ഇത് PQ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജാനമ്മ എന്നത് ഏത് നവോത്ഥാന നായകന്റെ പത്നിയായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭവനമാണ് മന്നിക്കൽ പൊയ്കയിൽ വീട്. അതുകൊണ്ടാണ് മന്നിക്കലെ മാണിക്യം. മന്നിക്കൽ പൊയ്കയിൽ വീട്. അതുകൊണ്ടാണ് ആ ഒരു നാടകം ഞാൻ പറഞ്ഞില്ലേ, മന്നിക്കലെ മാണിക്യം എന്നൊരു നാടകം വന്നതിനെ കുറിച്ച് ശാന്തകുമാർ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത് കേരളത്തിലെ പ്രശസ്തനായ സാമൂഹ്യ പരിഷ്കർത്താവായ പൊയ്കയിൽ യോഹന്നാൻ അഥവാ പൊയ്കയിൽ അപ്പച്ചൻ അഥവാ പ്രശസ്തനായി തീർന്ന പേര് പൊയ്കയിൽ കുമാരഗുരുദേവൻ. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഏകദേശം വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു കാണുമെന്ന് ഞാൻ കരുതുന്നു. ഈ ചൂട്
ചായയോടൊപ്പം ഈ ചൂട് വിവരങ്ങൾ കൂടി, അറിവ് കൂടി നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്നാശംസിച്ചുകൊണ്ട് വീണ്ടും കാണാം. താങ്ക് യു.